ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വളരെ എളുപ്പമുള്ള, ഉച്ചരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്ത വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന് ഉച്ചരിച്ചു നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്കിന്റെ പ്രത്യേകതയാണ്, അത് എഴുതുമ്പോൾ അതിലൊരു പുള്ളി ഇടേണ്ടതില്ല, ഒരു കുത്തതിൽ വീഴേണ്ടതില്ല. അതുപോലെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ, ആ വിശ്വാസത്തിൽ ഒരു പുഴുക്കുത്തും വീഴാൻ പാടില്ല, അതിലൊരു കലർപ്പുണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കൂ, അതിലെ ഓരോ വാചകവും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലെ ഓരോ അക്ഷരവും ഉള്ളിൽ നിന്ന് വരേണ്ട അക്ഷരമാണ്, ചുണ്ടുകൂട്ടി പറയേണ്ട ഒരു അക്ഷരം അതിലില്ല. അതുകൊണ്ട് ആ ശ്രേഷ്ഠമായ ദിക്ർ ഒരുപാട് പേരുടെ മധ്യത്തിൽ നമ്മൾ ഇരുന്ന് ചുണ്ടനക്കാതെ ചൊല്ലിയാൽ ആർക്കും അറിയുകയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമെന്ന്. അത് മുഴുവൻ ഉള്ളിൽ നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ്. അതുപോലെ ആ ആശയവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയവും പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് നാവ് കൊണ്ട് വെറുതെ മൊഴിഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിൽ വെക്കുകയും ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഭാരം ആ തട്ട് താണിരിക്കും, ആ തട്ട് താണിരിക്കും. ഒരുവൻ മറ്റെന്തെല്ലാം നന്മകൾ അവന്റെ ജീവിതത്തിൽ ചെയ്തു, നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം അവൻ മനസ്സിലാക്കിയിട്ടില്ല. അതിനെതിരായ ശിർക്ക് അവൻ പ്രവർത്തിച്ചാൽ സകല അമലും ബാത്തിലാണ്, സകല പ്രവർത്തനങ്ങളും വ്യർത്ഥമാണ്. അല്ലാഹു അതൊന്നുപോലും സ്വീകരിക്കുകയില്ല. അല്ലാഹു എങ്കിൽ അതിനൊന്നും ഒരു വിലയും ഉണ്ടാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ശരിയായിട്ടില്ല എങ്കിൽ റബ്ബിന്റെ മുഴുവൻ നബിമാരും ജനങ്ങളോട് ആദ്യം പറഞ്ഞ വാക്ക്, അല്ലാഹുവിന്റെ റസൂലുകൾ മുഴുവൻ ജനങ്ങളോട് ആദ്യം പറഞ്ഞ വാക്ക്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു പറയുന്നു, ഓ നബിയേ, താങ്കൾക്ക് മുൻപ് ഏതൊരു റസൂലിനെ നാം അയച്ചിട്ടുണ്ടോ ആ റസൂലിന് നാം ഇതാണ് വഹി നൽകിയിട്ടുള്ളത്. ഇത് വഹി നൽകിയിട്ടല്ലാതെ, ഇത് സന്ദേശം നൽകിയിട്ടല്ലാതെ നാം ഒരു റസൂലിനെ, നബിയെ താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ ആരാധിക്കുക, ഞാനല്ലാതെ ഒരു ഇലാഹില്ല, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു റസൂലിനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല.